നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നതാണ് നെവിനെ ഇങ്ങനെ വളർത്തരുത് വളർത്തരുത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തന്നെയാണ് നെവിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. ഏതായാലും രാവിലെ തന്നെയുള്ള ഒരു സംഘടന എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പാലുമായിട്ട് ബന്ധപ്പെട്ടാണ്. പാല് പിടിച്ച് മേടിക്കുന്നതിൻ്റെ ഇടയിൽ പാല് പൊട്ടുന്നു. ആ കവറെല്ലാം കൂടെ ഷാനവാസിൻ്റെ തലയിലേക്ക് നെവിൻ ഒഴിക്കുന്നതാണ് പിന്നെ കാണുന്നത്. പക്ഷെ അവിടെ എന്തോ ശബ്ദം കേട്ടു. പക്ഷെ പിന്നെ കാണുന്നത് ഷാനവാഫ് കുഴഞ്ഞു വീഴുന്നതാണ്. നെവിൻ്റെ കൈ ഷാനവാഫിൻ്റെ നെഞ്ചത്ത് കൊണ്ടോ എന്നറിയില്ല. നെഞ്ചത്ത് പൊത്തി പിടിക്കുന്നുണ്ട്. ഷാനവാഫ് കുഴഞ്ഞു വീഴുന്നു. പിന്നെ കൊണ്ടുപോകുന്നു, ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് നമുക്ക് വളരെ ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിനുശേഷം ബിഗ് ബോസ് നെവിനെ വിളിക്കുന്നു. നെവിനെ വിളിച്ചതിന് ശേഷം നെവിനോട് പറയുന്നു ഷാനവാഫ് ഹോസ്പിറ്റലിന് വന്നതിന് ശേഷം നെവിനോട് ചെറിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന്. അപ്പം കൃത്യമാണ്. എനിക്ക് തോന്നുന്നു നെവിൻ്റെ കൈ ഷാനവാഫിനെ നെഞ്ചത്ത് ഇടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അല്ലെങ്കിൽ നെവിനോട് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഷാനവാഫിൻ്റെ ദയാവായ്പിലാണ് ഇനി നെവിൻ്റെ ഭാവി എന്ന് എനിക്ക് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഷാനവാഫ് സുഖം പ്രാപിച്ച് പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഇതിനിടയിൽ ഇത് 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിടയും. കാരണം അക്ബറും നെവിനും ആര്യനും ഒരു ഗ്രൂപ്പും നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പുമായിട്ട് ഫാവുമോൻ എങ്ങും നിൽക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവർ പ്രത്യേകം ആഹാരം ഉണ്ടാക്കണമെന്നൊക്കെയുള്ള രീതിയാണ്. ഈ ക്യാപ്റ്റൻ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിനും വലിയ പ്രശ്നങ്ങളൊക്കെ ഇവർ നേരിട്ടിട്ടുണ്ട്. ഇവർ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഇവരെ മൊത്തം ഒരു അടിമയെ പോലെ ഏകാധിപത്യ പ്രവണതയെന്ന് പറഞ്ഞില്ല, അതുപോലെ അടക്കി വാഴാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ്. പ്രജകൾ അനുസരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. അവർ സ്വന്തമായിട്ട് പാലുണ്ടാക്കി കൊടുക്കുന്നത്. രാവിലെ തന്നെ അനുമോക്ക് ചായ വേണ്ട, ചായ കുടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പാല് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഫാബുമോനും ബാക്കി ആര്യനായാലും അങ്ങനെ കുറച്ച് പേര് പാലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അനുമോക്ക് ചായയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ. അനുമോൾ ആ ചായ കുടിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിനകത്തെ സംഭവങ്ങൾ. അതുപോലെ ഇന്നലെ നോറയ്ക്ക് ആഹാരം കൊടുക്കുന്നില്ല എന്ന് ഇവരങ്ങ് ഉത്തരവിടുക. നെവിന് നോറയ്ക്ക് ആഹാരമില്ല, ജോലി നേരാവണ്ണം ചെയ്യാത്തതുകൊണ്ട് നോറയ്ക്ക് ആഹാരമില്ല. ഇന്നലെ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് നോറയൊക്കെ ലാസ്റ്റ് നിമിഷം വരെ പറഞ്ഞ് ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് നോറയ്ക്ക് ആഹാരം കൊടുക്കത്തില്ല എന്നവരങ്ങ് പറയുകയാണ്. ഇത്രയും നാളിൽ നിരുന്നതിന് ശേഷം ഒരു മോഴാടെ മുഖത്ത് നോക്കി ഇവർ കുടുംബാംഗങ്ങളെ പോലെയല്ലേ, ഏകദേശം 19 ദിവസമായില്ലേ, എന്നിട്ട് എങ്ങനെ പെരുമാറാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതായാലും ഇവർ 3 പേരും ഒറ്റക്കെട്ടാണ്. നെവിന്, അക്ബർ, ആര്യന്. ഇതിനിടയിൽ മറ്റൊരു സെപ്പറേറ്റായിട്ട് ആഹാരം ഉണ്ടാക്കാനായി ഇപ്പോൾ ഒരു വീട്ടിൽ 2 അടുക്കള എന്ന് പറയുന്ന രീതിയിലായി മാറുന്നതേ. അതാണ് അവസ്ഥകൾ. എല്ലാം പ്രശ്നങ്ങളാണ്. ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തന്നെയാണ് ഇത് ഇത്രയുമേൽ വഷളാക്കിയത്. നെവിനെ വാൺ ചെയ്യേണ്ട സമയത്തൊന്നും വാൺ ചെയ്തില്ല. പലപ്പോഴും നെവിൻ വിചാരിക്കുന്നത് നെവിന് ഇതൊക്കെ വലിയ സംഭവമാണ്, പുറത്തെല്ലാം മാഫാണ് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് നെവിൻ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ അക്ബറിൻ്റെയും ആര്യൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടായപ്പോഴത്തേന് ഇവരെന്തോ വലിയ സംഭവമാണെന്ന്. ഏതായാലും പെൺപുലികളെല്ലാം കൂടെ പ്രത്യേകം ആഹാരം ഉണ്ടാക്കി. ഇവരുടെ നാണം കെട്ട ഭക്ഷണം അവർക്ക് വേണ്ട. സത്യം പറഞ്ഞാൽ ഇത് ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. ഇവർ ആഹാരം ഉണ്ടാക്കി വേണമെങ്കിൽ കഴിക്കണം, വേണമെങ്കിൽ വന്ന് തിന്നിട്ട് പോടാം, ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണമില്ല. അപ്പം അനീഷ് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊരു നല്ല രീതിയല്ല, ആഹാരം നിഷേധിക്കുക എന്ന് പറയുന്നത് നല്ല രീതിയല്ല എന്ന് പറയുന്നുണ്ട്. ഇതിനെതിരെ ഇവരെല്ലാവരും കൂടെ ശബ്ദം ഉയർത്തുന്നുണ്ട്. ഇവർ സെപ്പറേറ്റ് ആഹാരം ഉണ്ടാക്കാനുള്ള പുറപ്പാടിൽ തന്നെയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഷാനവാഫിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് അദ്ദേഹം സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ ബിഗ് ബോസിലേക്ക്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും എത്താം. ഓക്കെ, ബൈ.